സർവശക്തനായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് മുമ്പിൽ പതറി നിൽക്കാതെ വഴിമുട്ടി നിൽക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് ഈ വചനത്തിലൂടെ സ്പർശിക്കണമേ. കർത്താവെ, 2 ദിനവൃത്താന്തം 20-17 അവിടുന്ന് അരുൾ ചെയ്തതുപോലെ നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട, കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് എന്ന ആ വലിയ സത്യം ഞങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണമേ. ഈ വചനം 13 തവണ എഴുതി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്ന ഓരോ മക്കളുടെയും നിയോഗം അവിടുന്ന് കാണുന്നുണ്ടല്ലോ. അവരുടെ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കണമേ. ആ രോഗങ്ങൾ സൗഖ്യമാക്കണമേ. സാമ്പത്തിക കെട്ടുപാടുകൾ അഴിക്കണമേ. തകർന്നുപോയ കുടുംബ ബന്ധങ്ങൾ കൂട്ടിയിണക്കണമേ. അങ്ങയുടെ വലിയ വിജയം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരിലും അങ്ങയുടെ അഭിഷേകം നിറയ്ക്കണമേ. ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, കാത്തു നിൽക്കുവിൻ, കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും എന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം ഓടി വരേണ്ട ഒരു ചിത്രം ബൈബിളിലുണ്ട്. അത് ഇസ്രായേൽ ജനം ചെങ്കടലിന് മുമ്പിൽ നിൽക്കുന്ന നിമിഷമാണ്. ഇസ്രായേൽ ജനം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിതരായി പുറപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ അവർക്കൊരു പ്രതിസന്ധിയിൽ ചെന്നുവിട്ടു. മുമ്പിൽ ആർത്തലയ്ക്കുന്ന ചെങ്കടൽ, പിറകിൽ ആയുധവുമായി കൊല്ലാൻ വരുന്ന ഫറവോൻ്റെ സൈന്യം, ഇരുവശങ്ങളിലും കടന്നു പോകാൻ കഴിയാത്ത മലനിരകൾ. അന്ന് ആ ജനത ആകെ പരിഭ്രമിച്ചു. അവർ കരയാനും മോശയെ കുറ്റപ്പെടുത്താനും തുടങ്ങി. ഞങ്ങളിവിടെ മരിക്കാൻ പോവുകയാണെന്ന് അവർ ഉറപ്പിച്ചു. കാരണം അവരുടെ ബുദ്ധിയിൽ രക്ഷപ്പെടാൻ ഒരു വഴിയും അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. ആ ഭയത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് മോശ ജനത്തോട് വിളിച്ചു പറയുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവിൻ, കർത്താവ് ഇന്ന് നിങ്ങൾക്കായി പ്രവർത്തിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ കണ്ട ഈ ഈജിപ്തുകാരെ ഇനി ഒരിക്കലും കാണുകയില്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. മോശ തൻ്റെ വടി കടലിന് നേരെ നീട്ടി. ഇസ്രായേൽ ജനം അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതം അവിടെ സംഭവിച്ചു. അലറി വിളിച്ച ചെങ്കടൽ 2ആയി വിഭജിക്കപ്പെട്ടു. വഴിയില്ലായിരുന്നിടത്ത് ദൈവം വഴി വെട്ടിത്തുറന്നു. അവർ ഉണങ്ങിയ നിലത്തിലൂടെ അക്കരയെത്തി. അവരെ പിന്തുടർന്ന ശത്രു സൈന്യം അതേ കടലിൽ ഇല്ലാതാവുകയും ചെയ്തു. സഹോദരങ്ങളെ, ഈ കഥ ഇന്ന് നമ്മളോട് പറയുന്നത് ഒരേ ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ ഇന്ന് ചില ചെങ്കടലുകൾ ഉണ്ടാകാം. ഒരുപക്ഷെ അത് മാറാത്ത രോഗമാകാം, കുടുംബത്തിലെ തകർച്ചയാകാം, അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റാത്ത വലിയൊരു കടബാധ്യതയാകാം. നിങ്ങൾക്ക് ചുറ്റും നോക്കുമ്പോൾ എല്ലാ വഴികളും അടഞ്ഞതായി കാണുന്നുണ്ടാകാം. പക്ഷേ ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്നു, നീ പരിഭ്രമിക്കേണ്ട. നിന്റെ മുമ്പിലെ ഈ കടലിനെ മാറ്റാൻ എനിക്കറിയാം. നീ ശാന്തനായിരിക്കുക, എന്നിൽ വിശ്വസിക്കുക. യഹോശഫാത്ത് രാജാവിനോടും ഇസ്രായേൽ ജനത്തിനോടും ദൈവം പറഞ്ഞത് ഒരേ കാര്യമാണ്, യുദ്ധം എൻ്റേതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ആ വചനത്തിൽ വിശ്വസിച്ച് കാത്തു നിൽക്കുക എന്നത് മാത്രമാണ്. ഒരു വലിയ വിശ്വാസത്തോടെ വേണം നിങ്ങൾ ഈ വചനം 13 തവണ എഴുതി പ്രാർത്ഥിക്കാൻ. നിങ്ങൾ എഴുതുന്ന ഓരോ വചനവും ഓരോ തവണയും, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഈ ചെങ്കടൽ മാറ്റണമേ എന്ന് ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവം തീർച്ചയായും നിങ്ങൾക്കായി ഒരു വഴി തുറക്കും. കാത്തു നിൽക്കുവിൻ, കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും. നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട, കർത്താവ് നിങ്ങളോട് കൂടിയുണ്ട്. 2 ദിനവൃത്താന്തം 20-17 തിരുവചനം. ഈ വചനം എഴുതി പ്രാർത്ഥിക്കുന്ന സമയത്ത് 13 തവണ നിങ്ങളുടെ നിയോഗം മനസ്സിൽ സമർപ്പിച്ച് വേണം ഓരോ തവണ ഈ വചനവും നിങ്ങൾ ഉരുവിടുകയും അതേപോലെ തന്നെ നിങ്ങൾ എഴുതി പ്രാർത്ഥിക്കാനും. നിങ്ങൾ കിടക്കുന്നതിന് തൊട്ട് മുൻപായോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ ഈ വചനം 13 ദിവസത്തേക്ക് 13 തവണ എഴുതി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിയോഗം ഈശോ സാധിച്ചു തന്നു എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് വേണം ഈ ഒരു വചനം നിങ്ങൾ എഴുതി പ്രാർത്ഥിക്കാൻ. ദൈവത്തിനോട് നന്ദി പറയുകയും വേണം. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചതിന് നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇപ്പോൾ നാം ഈ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം എന്താണോ അത് ഈ നിമിഷം ദൈവത്തോട് പറയുക. കർത്താവേ, ഇതാ അങ്ങയുടെ മക്കൾ
തങ്ങളുടെ സങ്കടങ്ങളും വേദനകളും അങ്ങയുടെ പാദത്തിങ്കൽ വെക്കുന്നു. വർഷങ്ങളായി അലട്ടുന്ന രോഗപീഠകൾ അനുഭവിക്കുന്നവരെയും കടബാധ്യത കാരണം ഉറക്കം നഷ്ടപ്പെട്ടവരെയും മക്കളുടെ ഭാവിയോർത്ത് ആശങ്കപ്പെടുന്ന മാതാപിതാക്കളെയും ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്നവരെയും ഇവരെയെല്ലാം അങ്ങയുടെ അത്ഭുതത്തിനായി കാത്തിരിക്കുന്നു. കാത്തു നിൽക്കുവിൻ എന്ന് അവിടുന്ന് പറഞ്ഞല്ലോ. കർത്താവെ, ലോകം ഞങ്ങളെ നോക്കി തോറ്റുപോയി എന്ന് പറയുമ്പോഴും വഴിയടഞ്ഞു എന്ന് തോന്നുമ്പോഴും അങ്ങയുടെ കരം ഞങ്ങളെ പിടിക്കണമേ. അന്ന് യഹോശഫാത്തിന് വേണ്ടി യുദ്ധം ചെയ്ത ദൈവം ഇന്നും ജീവിക്കുന്നു. ഈ വചനം വിശ്വസിച്ച് 13 തവണ എഴുതുന്ന ഓരോ കൈകളും അവിടുന്ന് അനുഗ്രഹിക്കും. അവരുടെ പേര് എഴുതുന്നത് കേവലം അക്ഷരങ്ങളെയല്ല, മറിച്ച് അങ്ങിലുള്ള വലിയ വിശ്വാസമാണ്. ഈ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഒരു വലിയ സമാധാനം ഇവരുടെ ഉള്ളിൽ നിറയട്ടെ. തടസ്സങ്ങൾ ഓരോന്നായി നീങ്ങട്ടെ. അടുത്ത ദിവസങ്ങളിൽ തന്നെ തങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു എന്ന സാക്ഷ്യവുമായി മടങ്ങി വരാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വിജയം കാണാൻ ഞങ്ങളെ ഒരുക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവെ, ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചതിനായി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അതിവേഗം ഉത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ വേദനകളെയും തടസ്സങ്ങളെയും മാറ്റി അനുഗ്രഹത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും ദിനങ്ങളായി ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ആമേൻ.